ഹായ് ഫ്രണ്ട്സ്, ഹെൽപ്പ് മീ ലോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോയുമായാണ്. 8 വോക്ക് ചികിത്സയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന ഡോക്ടർ സീന സിദ്ദിഖിനെ നിങ്ങളാരും മറന്നു കാണില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അന്ന് ആ വീഡിയോ കണ്ട അനേകം പേർ അത് ചെയ്തു തുടങ്ങി. അതുപോലെ തന്നെ അനേകം ആൾക്കാർ ഡോക്ടറെ ഫോണിലും വിളിച്ച് പല കാര്യങ്ങളും സംസാരിച്ചിരുന്നു. മാക്സിമം എല്ലാവർക്കും ഡോക്ടർ ഫ്രീ ആകുന്ന സമയത്ത് ഫോൺ അറ്റൻഡ് ചെയ്ത് മറുപടി കൊടുക്കുന്നുണ്ട് എന്നോട് പറഞ്ഞിരുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഒരുപക്ഷെ ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന ഒരു വീഡിയോയുമായി തന്നെയാണ്. അതായത് വളരെ പെട്ടെന്ന് എങ്ങനെ HB അതായത് ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിൽ കൂട്ടാം എന്നാണ് ഇന്നത്തെ ഡോക്ടറുടെ വീഡിയോ. ഞാൻ ഇതിനു മുമ്പ് നേരത്തെ ഇതേക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. അതൊക്കെ കഴിച്ചാൽ HB കൂടില്ല എന്നല്ല, അതെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ അതിൽ ഉപരി വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഇതിൽ പറയുന്നത്. ഈ വീഡിയോ മേഡം എനിക്ക് വാട്സപ്പ് ചെയ്തു തന്നപ്പോൾ അത് കേട്ടിട്ട് ഞാൻ പറഞ്ഞു, ഇതെനിക്ക് പുതിയ അറിവാണ്. കാരണം ഈ വെജിറ്റബിളിനെ കുറിച്ച് അനേകം ഗുണങ്ങളുണ്ട്, ബ്ലഡ് കൂടുമെന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിൽ നോട്ട്സും ഉണ്ട്. പക്ഷേ അത് എങ്ങനെ, എപ്രകാരം, എങ്ങനെ ഇത് ഉപയോഗിച്ചാൽ നമുക്ക് ബ്ലഡ് കൂടും, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ ഞാനിങ്ങനെ എനിക്കിതൊരു പുതിയ അറിവാണെന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം അപ്പോൾ തന്നെ ഡോക്ടർ എനിക്ക് ഒരു പേഷ്യൻറ്റിൻ്റെ, അതായത് 3 സമയത്തായിട്ട് ഓരോ ആഴ്ച അങ്ങനെ ഡിഫറൻസ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് അയച്ചു തന്നു. ആ റിസൾട്ടിൽ വിത്തിൻ 2 months ബ്ലഡ് ആദ്യത്തേത് വെറും 9.9 ആയിരുന്നത് ലാസ്റ്റ് റിസൾട്ടിൽ ആഫ്റ്റർ 2 months 11.5 എത്തിയ റിസൾട്ടാണത്. അപ്പോൾ ഞാൻ ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞതൊരു പ്രൂഫിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് മേഡത്തിൻ്റെ വീഡിയോ ഡയറക്റ്റ് കേൾക്കാം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് മാറ്റാനായി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. ഹായ്, ഐ ആം സീന സിദ്ദിഖ് ഫ്രം പാലക്കാട്. നമ്മുടെ ശരീരത്തിൽ HB കൂടാൻ ഏറ്റവും നല്ല മാർഗം, എളുപ്പമാർഗം എന്താണെന്നത് ഷുഗർ പേഷ്യൻറ്റിനും എല്ലാ പേഷ്യൻസിനും പ്രായഭേദമന്യേ കഴിക്കാൻ പറ്റുന്ന ഒരു എളുപ്പമാർഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കോളിഫ്ലവറിൻ്റെ നമ്മൾ കളയുന്ന ഭാഗം, അതായത് ഇലയും ആ തണ്ടും 1 മണിക്കൂർ ചൂടുവെള്ളത്തിൽ കല്ലുപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച് 1 മണിക്കൂർ ഇട്ട് വെക്കുക, അതിൻ്റെ കെമിക്കൽ പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നന്നായി വാഷ് ചെയ്ത ശേഷം ചെറുതായി കട്ട് ചെയ്ത് നന്നായിട്ട് വെള്ളത്തിൽ തിളപ്പിക്കുക. തിളപ്പിച്ച ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് ജ്യൂസ് അടിക്കുക. ജ്യൂസ് അടിച്ച ശേഷം ചെറുതായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പുപൊടി ഇട്ടിട്ട് എംപ്റ്റി സ്റ്റൊമക്കിൽ ഡെയിലി കഴിക്കുക. HB കൂടാണ്ട് ഒരു എളുപ്പമാർഗം പറഞ്ഞാൽ, ബാക്കിയുള്ളതെല്ലാം കഴിച്ചാൽ നമുക്ക് കൂടുകയാണെങ്കിലും അതിനേക്കാളും പെട്ടെന്ന് സ്പീഡായിട്ട് ഇത് കൂടും. അതിനോടൊപ്പം തന്നെ അക്യുപ്രഷർ പോയിന്റ് നിങ്ങൾ പ്രഷർ ചെയ്യുകയാണെങ്കിൽ, എല്ലാവർക്കും ഇപ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് HB കുറയുന്നുള്ളത്. ഇൻഷാല്ലാ ആ പ്രശ്നം നമുക്ക് ഇതോടുകൂടി പരിഹരിക്കും. അതായത് അക്യുപഞ്ചർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ചെറുവിരലെന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട്, അതായത് ഇങ്ങനെ വന്നിട്ട് സ്ട്രൈറ്റായി വന്നു കഴിഞ്ഞാൽ ഈ റിസ്റ്റ് ലൈനിൻ്റെ അവിടെ 21 ടൈംസ് ക്ലോക്ക് വൈസും 21 ടൈംസ് ആൻറ്റി ക്ലോക്ക് വൈസും പ്രഷർ കൊടുത്താൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാവുന്നതാണ്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ കേട്ടല്ലോ, എന്തെങ്കിലും സംശയമുണ്ടോ ഇതിൽ കോളിഫ്ലവറിൻ്റെ കളയുന്ന ഭാഗം, തണ്ട്, ഇല എന്നൊക്കെ പറഞ്ഞത് എന്തെങ്കിലും സംശയമുണ്ടോ? ഈ പടം കണ്ടോ? ഇതൊക്കെയാണ് ആ ഭാഗങ്ങൾ. പൊതുവെ നോർത്ത് ഇന്ത്യൻസ് ഇതൊക്കെ എടുക്കാറുണ്ട്, പക്ഷെ നമ്മൾ മലയാളികൾ ഇത് അധികം എടുക്കാറില്ല, കളയാറ പതിവ്. ഞാൻ പണ്ട് കോളിഫ്ലവറിൻ്റെ തോരൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ പറഞ്ഞിരുന്നു, ഞാനിതിൻ്റെ തണ്ടൊക്കെ എടുക്കും, ഇത് നമുക്ക് കഴിക്കാം, കളയണ്ട എന്നൊക്കെ. അപ്പോൾ ഇതിനൊക്കെ അനേകം ഗുണങ്ങളുള്ളതാണ്. നമ്മൾ ഈ വെജിറ്റബിൾസിൻ്റെ പല ഭാഗങ്ങളും കളയുന്നത് അനേകം ഗുണങ്ങൾ ഉള്ളതാണ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയേ? പിന്നെ പ്രഷർ കൊടുക്കുന്നതെന്ന് പറഞ്ഞത്, ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞത്, നമ്മുടെ ക്ലോക്ക് ഓടുന്ന ദിശയുണ്ടല്ലോ, ആ ദിശയിൽ ഡോക്ടർ പറഞ്ഞ അതേ അളവിൽ പ്രഷർ കൊടുക്കുക. അതിനുശേഷം ക്ലോക്കിൻ്റെ സൂചി ഓടുന്നതിൻ്റെ ഓപ്പോസിറ്റ് ദിശ, എതിർ ദിശയിൽ അങ്ങനെ പ്രഷർ കൊടുക്കുക. അപ്പോൾ അത് ക്ലിയർ ആയേ? ഇനി നിങ്ങൾക്ക് പ്രഷർ കൊടുക്കുന്നത് മനസ്സിലായില്ല, അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നില്ല, ഈ ജ്യൂസ് മാത്രം കുടിച്ചാലും മതി. പക്ഷേ ആ പ്രഷർ കൂടി ചെയ്യുമ്പോൾ കുറച്ചുകൂടി റിസൾട്ട് പെട്ടെന്ന് കിട്ടും. അതാണ് വ്യത്യാസം. അത് മനസ്സിലാകാത്തവർ, ചെയ്യാൻ പറ്റാത്തവർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിത് വിശദീകരിക്കാൻ കാര്യം, ഞാൻ 8 വോക്കിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അത് കണ്ട പലർക്കും കുറേ സംശയമുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സംശയങ്ങൾ വന്ന ഒരു വീഡിയോ അതായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ആർക്കും മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന്
ആർക്കും ഒരു സംശയം വരണ്ട, അതിനു വേണ്ടി പറഞ്ഞതാണ്. നിങ്ങളിത് തീർച്ചയായിട്ടും HB എന്തൊക്കെ ചെയ്തിട്ടും കൂടാത്തവർ ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് അറിയിക്കണം. പിന്നെ നാട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എങ്കിൽ ഇതാണ് അഡ്രസ്സ്, പോയി കാണുക. നമുക്കെല്ലാവർക്കും അറിയാം, പൊതുവേ ഈ ഡോക്ടർമാരൊന്നും മറ്റുള്ളവർക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ ഫ്രീ ആയിട്ടൊന്നും പറഞ്ഞു തരാറില്ല. എൻ്റെ അറിവിൽ അങ്ങനെ ആരും അങ്ങനെ പറഞ്ഞു തരുന്നതായിട്ട് അറിയില്ല. പിന്നെ നല്ല പരിചയം ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഡോക്ടർ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് പ്രയോജനമുള്ള മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.